ഹലോ ഹലോ സജി എന്ത് പറ്റി? ഹലോ ഹലോ സാധിക്കും സജിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ ചുവന്ന് ചേർത്തമാരവരെ ഇവരിതെവിടെ പോയി കിടക്കുക? വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. ഞങ്ങള് എനിക്ക് അധികമൊന്നും കേൾക്കണ്ട, സത്യം മാത്രം പറഞ്ഞാ മതി. എന്റെ ആദിമോനെവിടെ? എടി അത് ഞാൻ പറയുന്ന മുഴുവനായിട്ട് കേക്ക്. എന്ത് കേൾക്കാൻ? കുറച്ചു ദിവസമായിട്ട് നിങ്ങൾ പറയുന്ന നുണകൾ മുഴുവൻ ഞാൻ കേൾക്കല്ലേ? ഫോണിന് റേഞ്ച് ഇല്ല, കാറ്റാടിപ്പാറ പോയി, മൂകാംബിക പോയി, എന്നിട്ട് സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പം അവൻ വേറെ ഏതോ ലോകത്താന്ന്. ഇതെന്താ ഇംഗ്ലീഷ് സിനിമയോ അതോ ഞാനൊരു പൊട്ടിയാണെന്ന് കരുതിയോ നിങ്ങള്? അമ്മ പ്ലീസ് ഒന്ന് വിശ്വസിക്ക്, ഞങ്ങളെല്ലാം നേരിട്ട് കണ്ടതാ. നീ മിണ്ടരുത്. ഇത്രയും ദിവസമായിട്ട് നീ ഈ കാര്യം എന്റെ അടുത്ത് മറച്ചു വെച്ചു. അമ്മ ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണത് നടന്നത്, ആ കാറ്റാടി പറയുന്നത്. എടി ഞങ്ങളെ ഒന്ന് വിശ്വസിക്ക്. ആദിമോൻ അവനൊരു സമാന്തര ലോകത്ത് പെട്ടുപോയി. അന്ന് മിസ്സിംഗ് ആയ സജി ഇല്ലേ, അവൻ അവന്റെ കൂടെ ഉണ്ട്. ഇത് രണ്ടും സംഭവിച്ചു ഒരു സ്ഥലത്ത് വെച്ചാണ്. കൊള്ളാം. ആദിമോനെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഓരോരോ കള്ളങ്ങൾ പറയാ നിങ്ങള്. ഞാൻ ചേട്ടനെ വിളിക്കട്ടെ. ആന്റി ആരെ വേണേലും വിളിച്ചോ, അതിനുമ്പ് ഇതൊന്നും നോക്ക്. ആദ്യമോന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ ആ പാർഗട്ടിന്റെ അടുത്ത് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അതിൽ നിന്ന് റിക്കവർ എടുത്ത ഫോട്ടോയായത്. ഈ കാണുന്ന വിള്ളലാണ് മാം പറഞ്ഞ പോർട്ടിലേക്കുള്ള വഴി. ഇതുവഴിയാണ് അവർ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയത്. അമ്മ ഞങ്ങളിവിടെ FM സ്റ്റേഷനൊന്നും ഉണ്ടാക്കായിരുന്നില്ല. ആ സജിയുടെ കയ്യിൽ ഒരു റേഡിയോ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ റേഡിയോത്തെ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യായിരുന്നു. അതെ, ഒന്ന് രണ്ട് തവണ ഞങ്ങൾ അവരോട് സംസാരിച്ചു. അവരോട് വലിയ അപകടത്തിലാണ്. ആ ചുവന്ന ചെറുത്തന്മാർ അവരുടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഇതാ അനുവിനോട് ചോദിച്ചോക്ക്. അവളെന്തായാലും അവളെ അനിയനെ വെച്ചിട്ട് കള്ളം പറയില്ലല്ലോ. എന്റെ ദൈവമേ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? എന്റെ ആദിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇത് നിന്റെ കുട്ടിച്ചേട്ടന്റെ വാക്കാ. അവൻ എവിടെയാണെങ്കിലും അവനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. 2 ദിവസം, 2 ദിവസത്തിനുള്ളിൽ ആദിനെ ഇവിടെ കൊണ്ടുവരണം. 2 ദിവസമൊന്നും വേണ്ട, 24 മണിക്കൂറിനുള്ളിൽ അവനെ ഞങ്ങൾ ഇവിടെ എത്തിക്കും. ഇത് ഈ അർജുനൻ കുട്ടിയുടെ വാക്കാ. നിങ്ങൾ വാ. നമുക്ക് ആ താക്കോൽ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എങ്കിലേ ആ പോട്ടിന് നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ.
പക്ഷേ ഈ ഡയഗ്രത്തിൽ എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ട്. മാമ ഇത് നോക്കിക്കേ, ഈ ഡ്രോയിങ്ങിൽ ഒരു കോപ്പർ റിംഗ് ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചിലപ്പോ സജി പറഞ്ഞ താക്കോൽ ഇതാണോ? കോപ്പർ റിങ്. ആ, സജി അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ നടുക്കൊരു ഇൻഡു ഇല്ലേ? മാമ, സജിയങ്ങളുടെ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്തിരുന്നില്ലേ? അതൊന്ന് പ്ലേ ചെയ്യോ? ഞങ്ങൾ കുറെ ഉള്ളിലാണ്. ഇവിടെ കുറെ ചുവന്ന ജീവികൾ മാത്രമേ ഉള്ളൂ. ആ പോർട്ടലിന്റെ അതുവരെ കാവലുണ്ടവര്. ഞങ്ങൾക്ക് അവർക്ക് തെറ്റിപ്പെടാൻ പറ്റുന്നില്ല. ആ പോർട്ടൽ എങ്ങനെയാണ് ഓപ്പൺ ആക്കണമെന്ന് സജി കണ്ടിട്ടുണ്ടോ? ഒരു തവണ മാത്രം ഞാൻ കണ്ടു. ഒരു കോപ്പർ കളർ റിങ്. ആ റിങ് ഉപയോഗിച്ച് ആ പാറയുടെ മുകളിൽ ഒരു പാടുണ്ട്. ആ പാടിൽ വെച്ചപ്പോഴാണ് തോന്നുന്നത് ആ കോപ്പറിന്റെ നടുക്ക് ഒരു കുടലച്ചിന്റെ പോലെ ഒരു സാധനം കണ്ടു. പക്ഷെ എന്താന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മാമ, ഇത് ഗുണന ചിഹ്നമല്ല. സജിയങ്ങൾ ഇത് ഗുണന ചിഹ്നമായിട്ട് തെറ്റിദ്ധരിച്ചതാണ്. ഇത് നോക്ക്, ഇത് വൈ ആകൃതിയിലുള്ള ഒരു പൊളാരിറ്റി ചിഹ്നമാണ്. ഇതാണ് ആ താക്കോല്. ഇതിലൂടെ പവർ കയറ്റി വിട്ട് എനർജൈസ് ചെയ്യണം. യെസ്, കറക്റ്റ്. ഇത് ശരിയാണെങ്കിൽ എവിടെ നിന്ന് വേണേലും നമുക്ക് ഈ പോർട്ടൽ തുറക്കാം. യെസ്, അങ്ങനെ നമ്മൾ ലക്ഷ്യത്തിലെത്തി. പക്ഷേ ഇത് ഉണ്ടാക്കാൻ എനിക്ക് 1-2 സാധനങ്ങളുടെ ആവശ്യമുണ്ട്. ഞാനത് സംഘടിപ്പിച്ചിട്ട് വരാം. ഓക്കെ? ഓക്കെ, പെട്ടെന്നായിക്കോട്ടെ. ആ, പിന്നെ ഞാനത് വരുന്ന വരെ ഇത് ഓണാക്കി വേറെ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യരുത്. ഓക്കെ? ഡോണ്ട് വറി മാമ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ആ, അപ്പൊ ആ കീ ഉണ്ടാക്കിയാല് ആദ്യമോ രക്ഷപ്പെടുന്നാണോ? അങ്ങനെയല്ല, അതുകൂടെ ഉണ്ടാക്കിയാലേ ഞങ്ങൾ ഉണ്ടാക്കിയ ആ ഡിവൈസ് സെറ്റപ്പ് കംപ്ലീറ്റ് ആവും. അതുവഴി ഹൈ പവർ വോൾട്ടേജ് കടത്തിവിടാൻ പറ്റിയ ആ പോർട്ടൽ നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പൊ അത് വാങ്ങാനാണോ അർജുൻ മാമൻ പോയത്? അല്ല, അത് ഉണ്ടാക്കാനുള്ള എന്തോ പാർട്സ് വാങ്ങാൻ പോയതാണ്. എവിടെ? അതിനെവിടെ? അവള് മോളുണ്ട്. എന്തേ? എന്താ എന്താ ഡ്യൂട്ടി ചേട്ടാ? എന്താ? എവിടെ? അവളെവിടെ? ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ? ഈ വീട്ടിൽ എവിടെയെങ്കിലും പോയി നോക്ക്. എല്ലേ? അദീന, അദീന, ഇവിടെ ഒന്നുമില്ല. മാമ, അവളെ ഇവിടെ കാണാനില്ല. മാത്രല്ല അവളുടെ ബാഗും സാധനങ്ങളും ഒന്നും ഇല്ല റൂമില്. ഇതാണോ അദീന? ആ, ഇത് തന്നെ. ഇത് അവളുടെ അമ്മയും അച്ഛനും ആയിരിക്കും. അതെ, അമ്മയും അച്ഛനും തന്നെ. പക്ഷേ അവളുടെ അമ്മയും അച്ഛനും ഡിവോഴ്സ്ഡ് ആണ്. കുട്ടിച്ചേട്ടൻ ഇത് എവിടുന്ന് കിട്ടി? ആ കോപ്പർ കീ ഉണ്ടാക്കാൻ എനിക്കൊരു മാഗ്നറ്റ് റിംഗ് ആവശ്യമായിരുന്നു. അത് തപ്പാൻ വേണ്ടിയാണ് ഞാൻ പുറത്തോട്ട് പോയത്. പക്ഷെ എവിടെ തപ്പിട്ടും അത് കിട്ടിയില്ല. അപ്പോഴാണ് ആ സയന്റിസ്റ്റിന്റെ മോന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അയാൾക്ക് എന്നെ സഹായിക്കാൻ പറ്റിയെങ്കിലും കരുതി അയാളുടെ വീട്ടിലോട്ട് ഞാൻ പോയി.
അതെ, ആ പ്രാന്തൻ സയന്റിസ്റ്റിന്റെ മകൻ, ആ മാത്യൂസിന്റെ മകൾ. യെസ്, അവളുടെ ഫുൾ നെയിം അദീന മാത്യൂസ് എന്നാണ്. ദേവു, ഇത് അദീനയുടെ ഫോട്ടോ തന്നെയാണോ? നിനക്ക് ഉറപ്പുണ്ടോ? ഒരു മിനിറ്റ്. ദാ, ഇതെന്റെ പഴയ ഒരു ക്ലാസ് ഫോട്ടോ ആണ്. ഇതിൽ അദീനയുണ്ട്. അത് നോക്കട്ടെ. അപ്പൊ അതിനെ ചേച്ചി നമ്മൾ ചതിക്കുമായിരുന്നോ? ആണെന്ന് വേണം കരുതാൻ. കാരണം അയാൾ എനിക്ക് തന്ന ഡിവേഴ്സ് മിസ്സിംഗ് ആണ്. അതെടുത്തോണ്ടാണ് അവൾ പോയത്. അവളിത് എന്തിനാ ചെയ്തത്? ഇത് കിട്ടിയിട്ട് അവക്ക് എന്താ കാര്യം? ഇതെനിക്ക് കിട്ടിയത് ഈ ഡയറിന്നാ. ഇതാ മാത്യൂസിന്റെ ഡയറിയാ. ഇതില് ഞാൻ മടക്കി വെച്ചിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്ക്. 1/2/2026. അപ്പൻ പോയിട്ട് എന്നേക്ക് 31 വർഷം തികയുന്നു. ഒരിക്കലും മരണമില്ലാത്ത ആ ലോകത്തേക്ക് ഒരിക്കൽ ഞാനും എത്തും. അതിനായുള്ള പ്രയത്നം തുടരുകയാണ്. 25/5/2026. ഹാപ്പി ആനിവേഴ്സറി റോസ്. ഒന്നും എന്റെ തെറ്റായിരുന്നില്ല. 9/3/2026. പ്രതീക്ഷകൾക്ക് തിരിതെളിഞ്ഞിരിക്കുന്നു. ആരോ എവിടെയോ ആ സിഗ്നൽ അയച്ചിരിക്കുന്നു. അതാരാണെന്ന് എനിക്കറിയാം. അന്നായിരുന്നു ഞാൻ എൻ്റെ FM സ്റ്റേഷൻ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തത്. സയന്റിസ്റ്റിന്റെ മകനല്ലേ, അയാൾ അത് ട്രാക്ക് ചെയ്തിട്ടുണ്ടാവും. അടുത്ത പേര് ഇവിടെ വായിക്കും. 24/3/2026. ചെകുത്താന് നന്ദി. അത് എന്റെ അധീന മോളുടെ സുഹൃത്തിന്റെ അമ്മാവനാണ്. അവൾ ആ ബർത്ത്ഡേ പാർട്ടിക്കുണ്ടായിരുന്നു. അയാളും ഇനി ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം. അപ്പാ, ഞാൻ നിങ്ങൾക്കരികിലേക്ക് യാത്ര ആരംഭിക്കാൻ പോകുന്നു. മാർച്ച് 24. അന്ന് എന്റെ ബർത്ത്ഡേക്ക് അദീന വന്നത് അയാളുടെ കൂടെ ആയിരുന്നോ? ആയിരിക്കും. അന്ന് അവള് വന്നപ്പോ പുറത്ത് വണ്ടിയിൽ ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു പേജ് കൂടെ മടക്കി വെച്ചിട്ടുണ്ട്, അതോട് വായിക്കും. 31/3/2026. എല്ലാം വിചാരിച്ച പോലെ നടന്നു. നാളെയാണ് മോളുടെ സ്റ്റാക്കേഷൻ. അപ്പനെ പോലെ മരണമില്ലാത്ത ലോകത്തേക്ക് പോകാനാ ഉപ്പര പ്ലാൻ. അതിനുവേണ്ടി സ്വന്തം മോളെ പോലെ അയാൾ കരുവാക്കി. അപ്പൊ ആദ്യമേ തിരിച്ചിട്ടൂല അർജുമാമ? കുറച്ച് ദിവസമായിട്ട് എല്ലാരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സമാന്തര രോഗം, താക്കോല്, അദീന ചേച്ചിന്റെ ചതി എല്ലാം ഞാൻ കേട്ടു. പക്ഷെ ആദ്യനെ രക്ഷിക്കുന്ന കാര്യത്തിനെ പറ്റി മാത്രം നിങ്ങൾ ആരും പറയുന്നില്ല. മതി, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ എന്റെ അച്ഛനെ വിളിച്ചെല്ലാം പറയാൻ പോവാ. ആന്റി, ആ ഫോണൊന്നു താ. അനു മോളെ, നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. ഇന്ന് ഒരു ദിവസം കൂടി നീ വെയിറ്റ് ചെയ്യ്. നമ്മൾ ആദ്യം തിരിച്ചു കൊണ്ടുവരും. പറ്റൂല, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ആന്റി, ഫോൺ തന്നെ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വല്ല ഓട്ടോയും വിളിച്ചു വിട്ട് പോയിക്കോളാം. അനു, ഞാൻ രാവിലെ എല്ലാവരും ഒരു സമയം പറഞ്ഞിരുന്നു, 24 മണിക്കൂർ. അതിൽ ഇനിയും 12 മണിക്കൂർ ബാക്കിയുണ്ട്. അതുകൊണ്ട് നീ അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇത് എന്റെ വാക്കാ. ഇതൊക്കെ കാട് പിടിച്ചല്ലോ. ഇവരെന്താ എങ്ങനെയാ?
അപ്പൻ്റെ ഈ കാത്തിരിപ്പിനും വിരാമമായി. അപ്പൻ്റെ മോനും അങ്ങോട്ട് വരികയാണ്. അപ്പൊ വലിയപ്പച്ചൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്താ ഉറപ്പ്? കുറെ നാളായില്ലേ വലിയപ്പച്ചൻ പോയിട്ട്? ഉറപ്പുണ്ട് മോളെ. കാരണം ആ ലോകത്ത് മരണമില്ല, വിശപ്പും ദാഹവുമില്ല. അവിടെ കടക്കുന്നവർക്കെല്ലാം ആ ലോകത്തിൻ്റെ എനർജി ലഭിക്കും. എല്ലാവരും ചിരഞ്ജീവികളായിരിക്കും. ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം. അപ്പൊ വലിയപ്പച്ചനെ രക്ഷിക്കാനല്ലേ അങ്ങോട്ട് പോകുന്നത്? വാ, നമുക്ക് പോവാം. ഇനി അധികം സമയമില്ല. പപ്പ, ഞാൻ ദേവനോട് ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നൽ. അവളെന്നെ ഒരുപാട് വിശ്വസിച്ചതാ. മോളെ, തെറ്റു ശരികളെല്ലാം ആപേക്ഷികമാണ്. നമ്മളുടെ ശരികളാണ് നമ്മൾ ചെയ്യുന്നത്. പപ്പ, ഇതൊക്കെ ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഇപ്പൊ തന്നെ പോർട്ടൽ ഓപ്പൺ ആക്കിയാൽ എന്താ? ഇപ്പൊ പറ്റില്ല മോളെ. അവിടുത്തെ വെളിച്ചം അസ്തമിക്കുന്ന ഒരു 10 മിനിറ്റ് സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ ആ റെഡ് എൻറ്റിറ്റീസ് പുറത്തിറങ്ങാതെ അവരുടെ ഗുഹകളിലിരിക്കൂ. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നത് നിമിഷങ്ങൾക്കകം അവരറിയും. നമുക്ക് ആ ഇരുട്ട് വീഴുന്ന സമയത്ത് വേണം പോർട്ടൽ. പപ്പയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എൻ്റെ ജീവിതത്തിലെ 30 വർഷമാണ് ഞാൻ ഇതിനെല്ലാം വേണ്ടി മാറ്റിവെച്ചത്. അതുകൊണ്ട് പപ്പയ്ക്ക് ഇതെല്ലാം അറിയാം. പപ്പയോട് ചെല്ലുമ്പോ ആദ്യമോനെ കൂടെ രക്ഷിക്കല്ലോ അല്ലേ? പിന്നെന്താ, എല്ലാരും രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ പപ്പയുടെ പോകുന്നത്. എന്തായി കുട്ടിച്ചേട്ടാ? ഇനിയും താമസിച്ചാ നമ്മുടെ ആദീനെ രക്ഷിക്കാൻ കഴിഞ്ഞു വരില്ല. ആ പോർട്ടൽ തുറന്നിട്ട് അവര് വല്ല ജീവികളെയും ഇങ്ങോട്ട് വിടുമെന്ന് എന്റെ പേടി. നിങ്ങളെ ടെൻഷൻ അടിക്കാതെ താഴോട്ട് അങ്ങനെ പോ. ഇതെന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. മാമന് റേഡി വെച്ച് എന്ത് ചെയ്യാനാ? എല്ലാ സാധനങ്ങളും അതിനെ ചേച്ചി കൊണ്ടുപോയില്ലേ? അവളെല്ലാം കൊണ്ടുപോയി തീയാ ഒന്നൊഴിച്ച്. ഇതിന്റെ എല്ലാം ഒറിജിനൽ ഡ്രോയിങ് അവൾ കൊണ്ടുപോയത് ഇതിന്റെ കോപ്പിയാണ്. ആ മാത്യൂസിന്റെ ഡിവൈസ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് അവരായിട്ട് 150 സെക്കൻഡ് സംസാരിക്കാൻ മാത്രം.
പക്ഷേ എനിക്കിപ്പോൾ അവരോട് സംസാരിക്കാൻ 150 സെക്കൻഡ് ഒന്നും വേണ്ട. പോർട്ടൽ തുറക്കുന്ന സമയത്ത് വെറും 30 സെക്കൻഡ് ആവശ്യം മാത്രമേ ഉള്ളൂ. ഹലോ അജു, കേൾക്കാമോ? ആ സജി കേൾക്കാം. എനിക്കാകെ നിങ്ങൾ 30 സെക്കൻഡ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്ന മാത്രം കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ആദ്യം സേഫ് അല്ലേ? ആദ്യം സേഫാ. പിന്നെ ഞാൻ സിഗ്നൽ തന്നാൽ ഉടൻ തന്നെ മോളി സിഗ്നൽ പവർ ഓൺ ആക്കണം. 10 മിനിറ്റ് സമയമുള്ളൂ. ആ 10 മിനിറ്റിനുള്ളിൽ സമയത്തിനുള്ളിൽ പോർട്ടൽ ഓപ്പൺ ആക്കി പപ്പയ്ക്ക് അതിനകത്ത് പ്രവേശിക്കണം. ഓക്കെ ഓക്കെ. അല്ല ആ 10 മിനിറ്റ് കഴിഞ്ഞാലോ? വെളിച്ചം തിരിച്ചു വരും, അറ്റൻഡിറ്റീസ് ഉണരും, ആ പോർട്ടൽ അവർ അടയ്ക്കും. അതിനു മുമ്പേ പപ്പയ്ക്ക് അവിടെ പ്രവേശിക്കണം. അല്ല അപ്പൊ അവിടെയുള്ള ആദ്യമോൾ ഒക്കെ പപ്പ അവിടെ എത്തിയിട്ട് ശരിയാക്കാം മോളെ. സമയായി മോളെ. Get ready. Ready? 1, 2, 3. എന്തിട്ട് മോക്ക് പവർ ഓൺ ആയി? നോക്ക് എന്തായാലും കഴിയാത്തത്. നമ്മുടെ ഡിവൈസ് അത് കാണാനില്ല. അതെവിടെ പോയി? ഇവിടെ പോയി. എവിടെ പോയി അത്? മോഷണം ആരുടെയും കുത്തകയില്ലെന്ന് അവൻ ഓർത്തില്ല. വേണ്ടി വന്ന അവന്റെ തന്തയുടെ പാരൽ വേൾഡ് കയറിയിട്ടായാലും ഈ അർജുനെ കുട്ടി മോഷ്ടിക്കും. ഹലോ സജി, ആദി റെഡിയല്ലേ? ഹലോ സജി, ആദി. യെസ് അർജുൻ, റെഡിയാണ്. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Level, sit. സജി, പോർട്ടൽ ഓപ്പൺ കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. എന്താ ആദ്യം അങ്ങോട്ട് ശരി. ഹലോ സജി, ആദ്യം സേഫാണ്, നീ ചാട് വേഗം. സജി, എടാ ഇനി 20 സെക്കൻഡ് കൂടെ ഉള്ളടാ. എടാ വേഗം ഇറങ്ങി വാടാ. ഞാൻ വന്നു.
അവനെനിക്ക് രക്ഷിക്കാനായില്ല ആദി, രക്ഷിക്കാനായില്ല. വർഷങ്ങളായിട്ടുള്ള പറ്റ സ്വപ്നം അപ്പന്റെ കാത്തിരിപ്പ് എല്ലാം പോയല്ലോ മോളെ. പപ്പ പറഞ്ഞ പോലെ ശരികൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പക്ഷെ ദൈവത്തിന് മുമ്പ് യഥാർത്ഥ ശരി വിജയിക്കും. നമ്മൾ ഇത് തെറ്റായിരുന്നു പപ്പ. ചേച്ചി ആദ്യ പാരൽ വേൾഡിൽ പോയിട്ട് സുന്ദരനായി. അതെ നല്ല സുന്ദരനായിട്ടുണ്ട്. സുന്ദരൻ എന്റെ 2 പല്ല് പോയി. അങ്ങനെ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം എനിക്ക് തിരിച്ചെത്തി. എവിടെയായിരുന്നു നീ? ആർക്കൊരു മൈൻഡില്ലല്ലോ. ഹലോ, ആദ്യന്റെ കാലിൽ എന്തോ പ്രത്യേക മണം. ഈ മണം എനിക്ക് മുമ്പെങ്ങും കിട്ടിയിട്ടില്ല. എന്ത് മണാണത്? എന്താണ് രണ്ടുപേരുടെ മുഖത്തൊരു ക്ഷീണം? ആദ്യമൊന്നും ഉണ്ടാക്കി തരാറില്ലേ? ആരുടെയും ചിരിക്കൊന്നും വലിയ തെളിച്ചില്ല. എന്തോ പ്രശ്നമുണ്ട്. ദേവ ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല. ഈ മോളുടെ ഒരു കള്ളനോട്ടം. ഈ വീട്ടിലെന്തോ നടന്നിട്ടുണ്ട്. ഞാൻ അറിയാതെ എന്തോ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആരും ചോദിച്ചില്ല.